കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ കണ്ട ഏറ്റവും വലിയ സമരങ്ങളെന്ന് പറയുന്നത് ഫ്രാൻസിലും അമേരിക്കയിലും ഒക്കെ തന്നെയാണ്, UK-യിലും ഒക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത്, കാനഡയിൽ ഒക്കെ നടന്നിട്ടുണ്ട് വലിയ വലിയ തൊഴിലാളി സമരങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു തൊഴിലാളി വിരുദ്ധ സാഹചര്യം ആഗോളതലത്തിൽ തന്നെ അതിൻ്റെ ഒരു പരമാവധി അവസ്ഥയിലേക്ക് ഏതാണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ തൊഴിൽ കോഡുകളെയും ലേബർ കോഡുകളും ഒക്കെ ആ നിലയ്ക്ക് തന്നെ വേണം നമ്മൾ പരിഗണിക്കാൻ. ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നോക്കിയാൽ ഏറ്റവും വലിയ തൊഴിലാളി സമരങ്ങൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഹരിയാനയിലും കർണാടകത്തിലും ഒക്കെയാണ്, മഹാരാഷ്ട്രയിലും ഒക്കെയാണ് വലിയ തൊഴിലാളി സമരങ്ങൾ ആ നിലയ്ക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ തൊഴിലാളി സമരങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ആ തൊഴിലാളി സമരങ്ങളെ വളരെ എളുപ്പത്തിൽ ആവശ്യങ്ങളെ അടിച്ചമർത്താനും ഇത്തരം സമരങ്ങളെ തന്നെ ഭാവിയിൽ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാനും തക്കവണ്ണമുള്ള ലേബർ കോഡുകളാണ് എന്നുള്ളതാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, ഈ സമരങ്ങളുടെ ഒരു പ്രത്യേകത, നേരത്തെ കർഷക സമരത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർഷകർ അവരുടെ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഈ തൊഴിലാളികളെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ തൊഴിലാളികളുടെ സമരത്തിലാവട്ടെ കർഷകരുടെ ആവശ്യങ്ങളും എല്ലാം ഉൾപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വിശാലമായി ഈ ആവശ്യങ്ങൾ ആർജവത്തോടെ ഉന്നയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആ നിലയ്ക്ക് ഉണ്ടാവുന്നു എന്ന് തന്നെ വേണം കരുതാൻ.